സാധാരണക്കാരന്റെ മാക്ബുക്ക് പ്രോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. നിങ്ങളൊരു മാക്ബുക്ക് എടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു മാക്ബുക്ക് എടുക്കാനായിട്ട് പൈസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, വിൻഡോസിനേക്കാളും എത്രയോ ബെറ്റർ ആണ് മാക്ബുക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ബെറ്റർ തന്നെയാണ്. കാരണം മാക്ബുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം ലാപ്ടോപ്പ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു മാക്ബുക്ക് നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വിൻഡോസ് എടുക്കുന്ന ആ ഒരു ലാപ്ടോപ്പിനേക്കാളും ഒക്കെ ബജറ്റ് കുറവിൽ എടുക്കാൻ പറ്റുന്ന, അതും എല്ലാ പർപ്പസിനും പറ്റുന്ന ഒരു കിടിലൻ ലാപ്ടോപ്പ് പരിചയപ്പെടുത്തിയാലാ. കാരണം ഇന്ന് മാർക്കറ്റിൽ ഉള്ള ഒരു ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് വേണം നമുക്ക് ഈ മാക്ബുക്ക് പ്രോ സീരീസിനെ പറയാൻ വേണ്ടിയിട്ട്. കാരണം ഈ മോഡലിന്റെ പേര് എന്ന് പറഞ്ഞാൽ മാക്ബുക്ക് പ്രോ സീരീസ് A1502 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. കാരണം ഇത് മാക്ബുക്ക് പ്രോ സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എഡിറ്റിംഗ് പർപ്പസ്, ഒരു ഓഫീസ് പർപ്പസ്, എക്സൽ, വേഡ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനമാണ് മാക്ബുക്ക് പ്രോ സീരീസ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് ഒരു അത്യാവശ്യം നോർമൽ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു എഡിറ്റിംഗ് മീഡിയം അറിയുന്നവരോ, അല്ലെങ്കിൽ അത്യാവശ്യം എഡിറ്റിംഗ് ചെയ്യണം താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പറ്റുന്ന ഒരു കിടിലൻ വില കുറവില്, റേറ്റ് കുറവില് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. 2015 മോഡൽ ആണെങ്കിൽ കൂടെ ഇതിന്റെ മറ്റു ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാരണം ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോയ്, ഇല്ലുസ്ട്രേറ്റർ, അതുപോലെ തുടങ്ങി കോഡിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, പെർഫോമൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ എന്തായാലും വാച്ച് ചെയ്തോ. നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെച്ചോ. ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഫിക്സ് ആൻഡ് ആപ്പിൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 1502 സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ എന്താ പറയാ ഒരു ലാപ്ടോപ്പ് ആണ് 1502 മാക്ബുക്ക് പ്രോ സീരീസിൽ A1502 എന്ന് പറഞ്ഞ ഒരു മോഡല്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു മാക്ബുക്ക് വരുന്നത് ഹൈ റെസൊല്യൂഷൻ റെറ്റിന ഡിസ്പ്ലേ ആണ് ഈ ഒരു മാക്ബുക്കിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് അത്യാവശ്യം നല്ല കിടിലൻ പെർഫോമൻസ് വരുന്ന ലാപ്ടോപ്പും കൂടെയാണിത്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 13.3 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ, ഓഫീസിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു മുതലാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ലാപ്ടോപ്പ് ഇപ്പോ നമുക്ക് 2025 ഉപയോഗിക്കാൻ പറ്റൂ, ഉറപ്പായിട്ട് ഉപയോഗിക്കാം. കാരണം ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു തുടക്കക്കാരാണോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ, സാധാരണ ആൾക്കാർക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലാപ്ടോപ്പാണ് മാക്ബുക്ക് പ്രോ A1502 എന്ന് പറഞ്ഞ മോഡൽ. അപ്പൊ ഇത് കറക്റ്റ് പറഞ്ഞ 2013, 14 മിഡിൽ ഇറങ്ങിയിട്ടുണ്ട്, 15 ഈ ഒരു 3 വർഷത്തിലാണ് ഈ ലാപ്ടോപ്പ് ഇറങ്ങിയിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞ 2014, 15 ഒക്കെ ഇപ്പൊ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 1.58 kg, 1.58 kg ആണ് നമുക്ക് അത്രയും ഒരു വെയിറ്റ് വരുന്നുള്ളൂ മാക്ബുക്കിനെ. നമുക്ക് സ്ലിം ആയതുകൊണ്ട് തന്നെ കൊണ്ടു കിടക്കാനും യൂസ് ചെയ്യാനും ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ ഓൾറെഡി 13.3 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഇന്റൽ കോർ i5ലും i7ലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ റാം വരുമ്പോഴേക്കും 8GB റാമും അതുപോലെ 16GB റാമും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് വരുമ്പോഴേക്കും 128 മുതൽ 1TB സ്റ്റോറേജ് വരെ നമുക്ക് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്റഗ്രേറ്റഡ് ഇന്റൽ ഐറിഷ് ഗ്രാഫിക്സ് ആണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം നമുക്ക് അത്യാവശ്യം വർക്കും എഡിറ്റിംഗ് പർപ്പസിനൊക്കെ പറ്റുന്ന ഒരു സ്മൂത്ത് ആയിട്ട് പോകാനും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫിക്സ് ഇതിലേക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, തണ്ടർബോൾട്ട് 2 പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ USB 3.0 പോർട്ട്, HDMI പോർട്ട്, SDXC കാർഡ് പോർട്ട്, അതുപോലെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട്, വൈഫൈ, അതുപോലെ ബ്ലൂടൂത്ത്. ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് 74.9 ലിഥിയം പോളിമർ ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ബാറ്ററി ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് സെക്കൻഡ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നമുക്കൊരു 2.5 to 3.5 മണിക്കൂർ എങ്ങനെ പോയാലും ബാറ്ററി നമുക്കൊരു ഓഫീസ് പർപ്പസിനൊക്കെ കിടിലൻ ബാറ്ററി ലൈഫും കൂടെ കിട്ടുന്ന ഒരു മാക്ബുക്ക് പ്രോ സീരീസ് ആണ് ഈ വരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഒരു ഡൗട്ട് ആയിരിക്കും, ഇതിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകളായിരിക്കും സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഉറപ്പായിട്ടും എഡിറ്റിംഗ് പർപ്പസ് കാര്യങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ആണ് മാക്ബുക്ക്
ഈ പറഞ്ഞ പ്രോ സീരീസിൽ A1502 എന്ന് പറഞ്ഞ മോഡൽ. കാരണം എന്തൊക്കെ ആപ്ലിക്കേഷൻസുകളാണ് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഒരു എമൗണ്ട് ഒരു വെർത്തി എമൗണ്ട്, അതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഒരു ചെറിയ എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലുള്ള ഒരു ലാപ്പ് വേണമെന്ന് നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിൽ ഒരു ലാപ്ടോപ്പ് ആണ് ഈ ഒരു മോഡല്. കാരണം മാക്ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വിൻഡോസ് ലാപ്ടോപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ റേറ്റ് കുറവിൽ നിങ്ങൾക്ക് ഈ സാധനം എടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ ഒരുപാട് ആൾക്കാർക്ക് സ്റ്റഡി പർപ്പസിനും അതുപോലെ കുട്ടികൾക്കും അവർക്ക് എഡിറ്റിംഗ് പഠിക്കാനും അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് അത്യാവശ്യം ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് കൂടെയാണ് ഈ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിഡിലും വെർത്താണ് എന്ന് വേണം പറയാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കാരണം നിങ്ങളത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇത്രയും കാര്യങ്ങൾ ഈ 2015 സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആയിട്ട് വരുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ്. നിങ്ങൾക്ക് എക്സൽ വേർഡ് കാര്യങ്ങളൊക്കെ ഓഫീസിലേക്ക് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും എക്സൽ വേർഡ് കാര്യങ്ങളൊക്കെ കണ്ണും പൂട്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അഡോ ഫോട്ടോഷോപ്പ് അത്യാവശ്യം സ്റ്റാർട്ടിംഗ് ലെവലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. 2021 ഫോട്ടോഷോപ്പും ഒക്കെ അത്യാവശ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എല്ലാ ടൂൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാനും സ്റ്റഡി പർപ്പസിനും നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോഷോപ്പ് ചെയ്യാനും ഇല്ലുസ്ട്രേറ്റർ അതുപോലെ പ്രീമിയർ പ്രോ അതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു 2021-22 ഇയറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഫൈനൽ കട്ട് പ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ ഡിസൈനർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക്, സത്യം പറഞ്ഞാൽ വെബ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വെബ് ഡെവലപ്മെന്റ് ചെയ്യാം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ അടിപൊളി ലാപ്പാണ് ഈ വരുന്നത്. വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് അതുപോലെ നമ്മുടെ പൈത്തൺ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിടിലനായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനം, കോഡിംഗ് പർപ്പസിന് പറ്റുന്ന ഒരു വെർത്തി എന്താ പറയാ ഒരു ഏറ്റവും എമൗണ്ട് കുറഞ്ഞിട്ട് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കോഡിംഗ് പർപ്പസിനൊക്കെ പറ്റുന്ന ഒരു കിടിലൻ ലാപ്പാണ്. ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു മോഡലിൽ ബാക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള ഒരു ലാപ്പ് കൂടിയാണ്. അപ്പൊ ഒരു വെർത്തി ലാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മാക്ബുക്ക് പ്രോ സീരീസിന് നമുക്ക് പറയാൻ പറ്റും. കാരണം അതുപോലെ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സൂപ്പർ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കേരളത്തിൽ കൊടുക്കുന്ന ബെസ്റ്റ് റേറ്റിനാണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൽ കൊറിയർ സർവീസുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫിക്സ് ആൻഡ് ആപ്പിള്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം എന്തൊക്കെ വരുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു ലാപ്ടോപ്പ് എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ ഈ സാധനം എടുത്തു കൊടുത്തോ, ഒന്നും നോക്കേണ്ട കാര്യമില്ല. വിത്ത് വാറന്റി സർവീസ് സപ്പോർട്ടോട് കൂടിയിട്ടാണ്. നാളെ എന്തെങ്കിലും ആയിപ്പോയി ഫിസിക്കൽ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലാണ്ട് വരുന്ന ഇതിന്റെ ഇന്ത്യയിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ് സ്റ്റഡി പർപ്പസിനും ഓഫീസ് പർപ്പസിനും ഒക്കെ എഡിറ്റിംഗ് പർപ്പസിനും ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്പാണ്. ഡയറക്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്തോളൂ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് കണ്ട് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ആ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയറും കൂടെ ചെയ്തു തരും. നമ്മൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു 2 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന ഓൺലൈൻ നമ്മുടെ പ്ലാറ്റ്ഫോം ആണ്. കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ താഴത്തെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫിക്സ് ആൻഡ് ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നവരേക്കും ബൈ.